കാഞ്ഞിരപ്പള്ളിയെ ഇളക്കിമറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ എൻ ജയരാജിന്റെയും പൂഞ്ഞാർ മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന്റെയും തെരഞ്ഞെടുപ്പ് യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാഞ്ഞിരപ്പള്ളിയിൽ എത്തിയത്. വേദിയിലെത്തിയ മുഖ്യമന്ത്രിയെ സ്ഥാനാർത്ഥികൾ പൂച്ചെണ്ട് നൽകിയും പൊന്നാടയണിയിച്ചും ആദരിച്ചു. അതിദാരിദ്ര്യമുക്തമായി മാറിയ നാടാണ് നമ്മുടേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വിവിധ മേഖലകളിൽ നാട് പുരോഗതി നേടി. LDF നടപ്പാക്കിയത് കോൺഗ്രസ് BJP നയമല്ലെന്നും ബദൽ നയമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് LDFനെ നാടിനെ ജനങ്ങൾ ആഗ്രഹിക്കും വിധം വികസനത്തിലേക്ക് നയിക്കാനായത്? LDF നടപ്പാക്കിയത് കേന്ദ്ര ഗവൺമെന്റ് അതേ നയമല്ല, അല്ലെങ്കിൽ കോൺഗ്രസിന്റെയും BJPയുടെയും അതേ നയമല്ല, ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയമല്ല. പകരം ബദൽ നയമാണ്. ആ നയം മനുഷ്യപക്ഷത്താണ്. ആ നയം പാവപ്പെട്ടവരോടൊപ്പമാണ്. എല്ലാറ്റിനും കോർപ്പറേറ്റുകളെ പിന്താങ്ങുന്ന കോൺഗ്രസ് BJP നയമല്ല. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് സംസ്ഥാനത്തെ ക്രമസമാധാന നില ഭദ്രമാക്കി. വർഗീയ കലാപങ്ങളോ വർഗീയ സംഘർഷങ്ങളോ ഉണ്ടായിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ കേരളം കഴിഞ്ഞ 10 വർഷം ക്രമസമാധാന നില ഭദ്രമായ നാട്, ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നു. ഇത്രമാത്രം സ്വച്ഛമായ സ്ഥലം ജീവിക്കാൻ വേറെ എവിടെയുണ്ട്? വർഗീയ സംഘർഷമില്ല, വർഗീയ കലാപമില്ല. ഇത് സ്വയംഭൂവാണോ? കേരളം എല്ലാ കാലത്തും ഇങ്ങനെയായിരുന്നോ? കേരളത്തിൽ വർഗീയ ശക്തികളൊന്നുമില്ലേ? എന്തുകൊണ്ടാണ് വർഗീയ സംഘർഷങ്ങളും വർഗീയ കലാപവും ഇല്ലാത്തൊരു നാടായിട്ട് മാറിയത്? അവിടെയാണ് LDFന്റെ പ്രസക്തി വരുന്നത്. കേരളം തളരട്ടെ എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ മനോഭാവം. ജനസംഖ്യാനുപാതികമായി കേരളത്തിന് സഹായം ലഭിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. നേതാക്കളായ KJ തോമസ്, TR രഘുനാഥൻ, CK ശശിധരൻ, മോഹൻ ചേന്നംകുളം, K രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.